നമസ്കാരം. കൊച്ചുമടം കൃഷ്ണപ്രസാദാണ്. ഉറങ്ങുന്നതിന് ദിക്കുണ്ടോ നമുക്ക് നോക്കാം. ഏത് ദിക്കിൽ കിടന്നാലാണ് ഏറ്റവും നല്ലതെന്ന് പലരും ചോദിക്കാറുണ്ട്. കിഴക്ക് ദിക്കാണ് ഏറ്റവും ഉത്തമം. ഭൂമിക്ക് ചുറ്റുമായിട്ട് തെക്ക് നിന്നും വടക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും രണ്ട് കാന്തിക വലയങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള കാന്തിക വലയത്തിലാണ് സൂര്യാദികളും ചന്ദ്രാദികളൊക്കെ പ്രദർശനം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാന്തിക ശക്തികൾ മിതമായ രീതിയിൽ നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കാൻ ഏറ്റവും ഉത്തമമായ ദിക്ക് കിഴക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കിഴക്ക് ദിക്കിനെ കൂടുതൽ ആശ്രയിക്കുന്നത്. കിഴക്കോട്ട് ഇറങ്ങണം, കിഴക്കോട്ട് വീട് വെക്കണം, ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് നമ്മൾ കിഴക്കോട്ട് പോകണമെന്നൊക്കെ ഒരു പഴമക്കാർ പറയുന്നത്. അപ്പോൾ കിഴക്ക് എന്തുകൊണ്ടും ഉത്തമമായ ദിക്കാണ്. പടിഞ്ഞാറ് രണ്ടാമത്തെ ഉത്തമമായ ദിക്കാണ്. തെക്ക് മൂന്നാമത്തെ ഉത്തമമായ ദിക്കാണ്. വടക്ക് വശത്തോട്ട് തലവെച്ചുറങ്ങരുത് എന്നാണ് പഴമക്കാരും ആധുനിക ശാസ്ത്രവും പറയുന്നത്. വടക്ക് ഭാഗം കാന്തിക ശക്തി കൂടുതലുള്ള സ്ഥലമാണ്. ആ ഭാഗത്തേക്ക് തലവെച്ചുറങ്ങിക്കഴിഞ്ഞാൽ മാനസികപരമായിട്ടുള്ള ചില ക്ലേശങ്ങൾ, മന്ദബുദ്ധിയാകാനുള്ള സാധ്യതകളൊക്കെ, ബുദ്ധിക്കുറവുണ്ടാകാനും ഓർമ്മക്കുറവുണ്ടാകാനുള്ള സാധ്യതകളൊക്കെ പറയുന്നുണ്ട്, അനുഭവത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് അങ്ങനെ പറച്ചിലുള്ളത് കൊണ്ട് ആ ഭാഗം ഒഴിവാക്കിയിട്ട് കിഴക്കാണ് ഉത്തമം, പടിഞ്ഞാറാകാം, തെക്കുമാകാം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നിങ്ങളുടെ പുതിയ വീഡിയോ ഒക്കെ വെക്കുമ്പോഴും ഇപ്പോഴും ആൾക്കാർ കിടക്കുന്ന ദിക്കൊക്കെ നോക്കിയിട്ട്, ഇപ്പം മൊബൈലിനകത്തൊക്കെ ഡയറക്ഷൻ നോക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ചിലർക്ക് വീഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ദിക്കിലേക്കാണ് നിങ്ങളുടെ വീട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയത്തില്ല. കാര്യം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇവരൊക്കെ എണീച്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പലയിടത്തും പോകുമ്പോൾ അനുഭവമാണ് അവരുടെ ദിക്കറിയാത്തത്. അപ്പോൾ ദിക്കൊക്കെ അറിയാൻ മൊബൈലിനകത്ത് സംവിധാനമുണ്ട്, ഡയറക്ഷൻ കൊടുക്കുന്ന സംവിധാനമുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ എവിടെയാണ് നിങ്ങൾ തലവെച്ച് കിടക്കുന്നതൊക്കെ നോക്കുക. പിന്നെ പഠിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറേ കോണാണ്, ധനുരാശി കോണാണെന്ന് പറയും. ആ കോണിലിരുന്ന് പഠിക്കുന്നതൊക്കെ വായു സഞ്ചാരമൊക്കെ ഉള്ള ജനാലയൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ പഠിക്കാൻ നല്ല ഉത്തമമായ സ്ഥലമാണ് വടക്ക് പടിഞ്ഞാറേ കോണെന്ന് പറയുന്നത്. നമസ്കാരം, നല്ലത് വരട്ടെ.